ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നന്ദയുടെ തലവേദനയ്ക്ക് ഉള്ള പരിഹാരം ആയിട്ട് ഗൗതം അവിടെ ഇരുന്ന് തലയിൽ ഇങ്ങനെ ഞരമ്പിൽ ഇങ്ങനെ തലോടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ നേരമായി ഇങ്ങനെ തലോടി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഇങ്ങനെ നോക്കുന്നേന്ന് ചോദിച്ചു നമ്മുടെ ഗൗതം നന്ദയോട്. ഒന്നുമില്ല, വേദന മാറിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഗൗതത്തിൻ്റെ കൈ എടുപ്പിച്ചു. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരു കള്ള ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. നന്ദയ്ക്കാണെങ്കിൽ ഒരു നാണമൊക്കെ. അതുപോലെ ഗൗതം ഇങ്ങനെ നന്ദയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പം ഇങ്ങനെ നോക്കിയിരിക്കാതെ കിടക്കാൻ പറഞ്ഞു. രണ്ടുപേരും കിടക്കുന്നു. അങ്ങനെ കിടക്കുന്ന ഈ സമയത്തും ഗൗതം നന്ദയെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് നന്ദ തിരിഞ്ഞ് വേഗം ഗൗതത്തിൻ്റെ കൈ എടുത്ത് നന്ദയുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു. അതായത് അച്ഛാ അച്ഛാ എന്നും വിളിച്ച്. ആ സമയത്ത് ഗൗതത്തിന് അത്രത്തോളം മനസ്സിലായി അച്ഛനെന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം നന്ദയുടെ ജീവിതത്തിൽ പ്രധാനം ആയിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പ്രാധാന്യമേറിയതായിരുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഗൗതം ഇങ്ങനെ നന്ദയെ തന്നെ നോക്കി ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങി. എന്നിട്ട് അച്ഛൻ്റെ സ്നേഹം പോലെ തന്നെ നമ്മുടെ ഗൗതം ഇങ്ങനെ നന്ദയെ തലോടിയും ഒക്കെ ഇങ്ങനെ കിടക്കുക. പെട്ടെന്നാണ് നമ്മുടെ നന്ദ കണ്ണ് തുറന്നപ്പോൾ സാറിൻ്റെ കൈ ഇങ്ങനെ തൻ്റെ തലയുടെ കീഴെ ഇരിക്കുന്നത് കണ്ടു. വേഗം നമ്മുടെ നന്ദ ഇങ്ങനെ വല്ലാതെയായി പെട്ടെന്ന് കൈ എടുത്ത് മാറ്റിയിട്ട് വേഗം ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ ആകെ ഒരു ചമ്മലും കാര്യങ്ങളുമൊക്കെ. വേഗം നമ്മുടെ ഗൗതം എഴുന്നേറ്റിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സാർ ഡീല് തെറ്റിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയാം. ഞാൻ കണ്ടു കൈ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നീ തന്നെയാ അച്ഛാന്ന് വിളിച്ച് എൻ്റെ കൈ എടുത്ത് തലക്കിടയിൽ വെച്ചതെന്ന് ഗൗതം പറഞ്ഞപ്പോൾ എന്നിട്ട് സാറെന്തോ തട്ടിക്കളയാതിരുന്നത്? അപ്പം ഞാനും ഉറങ്ങായിരുന്നില്ലേ? കഷ്ടം. സത്യത്തിൽ ഡീല് തെറ്റിച്ചതേ നീയാണെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം. ഇനി ആവർത്തിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം അങ്ങ് കിടന്നു. അതുപോലെ നന്ദയും കിടന്നു. പിന്നെ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ഇങ്ങനെ വയ്യാഴിക വരുമ്പോൾ അച്ഛൻ്റെ കൂടെയായിരുന്നു കിടക്കുന്നതെന്നും അതുപോലെ അച്ഛൻ്റെ ആ ഒരു സാന്നിധ്യം അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്നും പറഞ്ഞതേ ഒരു ബെഡ്ഷീറ്റും ഇതൊക്കെ എടുത്ത് നമ്മുടെ നിലത്ത് കിടക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന തലേണയെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ സൈഡിൽ വെച്ചപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു നമ്മുടെ ഗൗതം. അത് പിന്നെ മതിലോ? തലേണ മതിൽ. കൊള്ളാം എന്നും പറഞ്ഞ് ഗൗതം ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാകാതിരിക്കാനാണ് പാവം നമ്മുടെ നന്ദ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് നമ്മുടെ ഗൗതം. അങ്ങനെ തലേണ മതിലൊക്കെ വെച്ച് രണ്ടുപേരും കൂടി ഇങ്ങനെ കിടക്കുക. അപ്പോൾ അപ്പുറം കിടക്കുന്ന ആളെ ഇപ്പുറത്തെ ആൾക്കും ഇപ്പുറം കിടക്കുന്ന ആളെ അപ്പുറത്തും കാണരുത് ആ ഒരു ഇതിന്. അങ്ങനെ ഗൗതം കിടന്നോളാൻ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ തിരിഞ്ഞു കിടന്നുറങ്ങിയപ്പോൾ ഗൗതം ഇങ്ങനെ നന്ദയെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ആ തലേണ വെച്ചിട്ട് രണ്ടുപേർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. രണ്ടുപേരും ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ കിടക്കുക. തലേണ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കാണത്തില്ല. പെട്ടെന്ന് നമ്മുടെ ഗൗതം എഴുന്നേറ്റ് അപ്പുറം കിടക്കുന്ന നന്ദയെ നോക്കി കഴിഞ്ഞപ്പോൾ എന്താ നന്ദയെ ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ കണ്ണും തുറന്നിങ്ങനെ കിടക്കുക. അപ്പോൾ കള്ളി ഉറങ്ങാൻ പറ്റിയില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ കിടക്കുന്നത് കണ്ടുകൊണ്ട് ഗൗതവും കയറി കിടന്നു. അപ്പോഴത്തേക്കും നന്ദയും ഗൗതവും പതുക്കെ അങ്ങ് ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ ആ ഒരു സംഭവത്തിൽ ഈ തലേണ വെച്ചേക്കുന്നതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഗൗതം ഇങ്ങനെ നന്ദ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ നന്ദയും ശ്രദ്ധിക്കുന്നുണ്ട്. ആൾ ഉറങ്ങി കാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നന്ദ ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്നു. ഇത് കണ്ടപ്പം നന്ദയ്ക്ക് ഒരു കള്ളച്ചിരിയൊക്കെ. നന്ദ എന്നിട്ടൊരു കള്ളച്ചിരിയോടുകൂടി ആ തലേണയുടെ ഇടയിലെ ഗ്യാപ്പിലൂടെ ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ ഗൗതത്തിനെ. എന്തായാലും ആ ഒരു ഗ്യാപ്പ് ഉണ്ടായത് നന്നായി. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗ്യാപ്പിലൂടെ നോക്കിക്കൊണ്ട് അങ്ങനെ ആ ഒരു ഇതങ്ങ് കഴിഞ്ഞ് എന്തായാലും രണ്ടുപേരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു ഇഷ്ടം അതൊക്കെ ഉണ്ട്. അതിൻ്റെ സൂചനകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. അപ്പോൾ നന്ദയുടെ നോട്ടം കഴിഞ്ഞപ്പോഴേക്കും പാവം നമ്മുടെ ഗൗതം വീണ്ടും എഴുന്നേറ്റു. ആ സുഷിരത്തിലൂടെ വീണ്ടും നന്ദയെ നോക്കി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി രണ്ടുപേരുടെയും ആ ഒരു രാത്രി ഒരു കുഞ്ഞിതായിട്ട് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അങ്ങനെ രസകരമായ രീതിയിൽ അവരുടെ ആ ഒരു ഇതിൽ പെട്ടെന്ന് നമ്മുടെ ഗൗതം നോക്കുന്ന ഒപ്പം തന്നെ നന്ദയും കൂടെ വേഗം കയറി അങ്ങ് നോക്കി. നന്ദയും കൂടെ വേഗം കയറി നോക്കി കഴിഞ്ഞപ്പോൾ എന്താ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ചമ്മി രണ്ടുപേരും, ശരിക്കും ചമ്മിയെന്ന് തന്നെ പറയാം. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ അവിടെ കിടന്നു. വീണ്ടും രണ്ടുപേരും നല്ല ഉറക്കത്തിലേക്ക് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട്. പക്ഷേ അതങ്ങ് ഉറങ്ങിയല്ലേ പറ്റുള്ളൂ. എന്തൊക്കെയോ കാണിച്ച് രണ്ടുപേരും ഉറങ്ങി. അതെല്ലാം കഴിഞ്ഞു. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ വരത്തിൽ നമ്മുടെ പിങ്കി കറിക്കരിയുന്നു. അതുപോലെ രാധികാൻ്റി അവിടെ പാത്രങ്ങൾ കഴുകുന്നു. അതുപോലെ നമ്മുടെ ലക്ഷ്മി അവിടെ പാചകം ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും കൊണ്ടുപിടിച്ച തിരക്കും കാര്യങ്ങളുമാണ്. ആ സമയം അങ്ങോട്ടേക്ക് വന്നത് മോഹിനിയാണ്. പിങ്കി അടുക്കളയിൽ വന്നതും
അതുപോലെ അവിടെയുള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മോഹിനി വന്നിട്ട് പറഞ്ഞ് ദേ അവളെന്താ വരാതിരിക്കുന്നതെന്ന് ചോദിച്ചു. ആര്? അല്ല, ലക്ഷ്മിയേടത്തിയുടെ മരുമോള് തന്നെ. അവൾ മാത്രം എന്താ അടുക്കളയിൽ കാണാത്തത്? അതും പറഞ്ഞ് അരുന്ധതേടത്ത് നല്ല ചൂടില്ല. പുതുമോടി അല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ഈ കുടുംബത്തിൽ ആദ്യത്തെ കല്യാണമൊന്നും അല്ലല്ലോ എന്ന് തിരിച്ചെന്നോടൊരു ചോദ്യം. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഒന്ന് താമസിച്ചു എന്ന് കരുതി ഈ കുടുംബത്തിലെ അസ്ഥിവാരമൊന്നും ഇടിഞ്ഞ് വീഴാൻ പോണില്ലല്ലോ ലക്ഷ്മി അന്നേരം മോഹിനിയോട് പറയുക. അത് കേട്ടപ്പോൾ മോഹിനി എന്നും പറഞ്ഞുകൊണ്ട് ഒരു നിപ്പ്. അപ്പോൾ അരുന്ധതി അങ്ങ് വന്നിട്ട് അസ്ഥിവാരം ഇടിയില്ല, പക്ഷേ ഈ കുടുംബത്തിൽ നിന്ന് ഐശ്വര്യം പടിയിറങ്ങി പോകുമെന്ന് പറഞ്ഞു. അതാ സംഭവിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ നന്ദയെ കുറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ കേട്ട് രാധികാൻ്റെ ആകെ വിഷമിച്ചിരിക്കുക. പക്ഷെ പിങ്കിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിങ്കി അവിടെ ഇരുന്ന് ചിരിക്കുന്നു. പുതുമോടി ആയതുകൊണ്ട് ഇവിടെ എന്തുമാകാം എന്നാണോ? പിങ്കിമോളും അർജുൻ്റെ വധുവായിട്ട് ഇവിടെ കയറി വന്നതല്ലേ, കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെയൊക്കെ മുന്നിലേക്ക് തന്നെ അവൾ വന്നില്ലേ എന്ന് ചോദിച്ചു. എന്തിനും ഏതിനും താരതമ്യപ്പെടുത്താൻ ഭാഗ്യത്തിന് ഏട്ടത്തിക്കൊരു പിങ്കിയുണ്ട് എന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം പറയുമ്പോൾ, അതെ ലക്ഷ്മി, നല്ലതും ചീത്തയും തമ്മിലാണ് താരതമ്യപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു. നിനക്കത് ദഹിക്കുന്നില്ലെങ്കിലേ അത് പിങ്കിമോളുടെ കുറ്റം കൊണ്ടല്ലെന്ന് പറഞ്ഞു. നിന്റെ മരുമോളുടെ സ്വഭാവ ഗുണം കൊണ്ടാണെന്നും അരുന്ധതി ലക്ഷ്മിയോട് പറയുക. ഇതൊക്കെ കേട്ടപ്പോൾ രാധികാന്റിക്ക് വിഷമമാവുന്നുള്ളത് കൊണ്ടൊന്നും മിണ്ടാതിരിക്കുക കേട്ടോ അവർ. ഗൗതമാണെങ്കിൽ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ കാണിച്ചക്കാരനാ. ഇന്നേ വരെ ഇങ്ങനെ താമസിച്ച് എഴുന്നേറ്റിട്ട് പോലുമില്ല. പറഞ്ഞിട്ട് എന്താ മോഹിനി, സഹവാസമാണ് ഒരു മനുഷ്യനെ മാന്യനും വഷളനും ഒക്കെ ആക്കി മാറ്റുന്നത്. ഈശ്വരാ, അവനെ ഏത് തരത്തിലാക്കി എടുക്കുമോ എന്തോ എന്നൊക്കെ അരുന്ധതി അവിടെ ഇരുന്ന് ഇങ്ങനെ വലിയ ഇത് പറയുമ്പോൾ രാധികാന്റി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ലക്ഷ്മിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ലക്ഷ്മി വല്യമ്മേ, കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വന്നിരിക്കുന്നു, ഗൗതമേൻ്റെയും നന്ദേജിയും അന്വേഷിച്ചാണെന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും പപ്പി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഈ പുള്ളിക്കാരി വന്നു കഴിഞ്ഞപ്പോൾ വിവാഹ രജിസ്ട്രേഷനോ മറ്റോ ആണെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പം, മണവാളനും മണവാട്ടിയും മണിയറയിലാണ്, ഇറങ്ങിയിട്ടില്ല, ഉറക്കമെഴുന്നേറ്റ് വരാൻ അവരോട് ചെന്ന് പറ പവിത്രേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം, ഇനി അവരുടെ മതിവിധമൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പറ എന്ന് മോഹിനി പറഞ്ഞപ്പം, മോഹിനി അധികം മേലോട്ട് കയറല്ലേ, നീ നിലത്ത് നിൽക്കാൻ പറഞ്ഞു ലക്ഷ്മി മോഹിനിയോട്. പവിത്രേ, നീ ചെന്ന് അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അയ്യോ വല്യമ്മേ, ഞാൻ എങ്ങനെ പോയി വിളിക്കുന്നേ, എനിക്ക് നാണുമാ എന്നൊക്കെ പവിത്ര ഇങ്ങനെ പറയുമ്പോൾ, നീ പറഞ്ഞതനുസരിച്ചാൽ മതി, ചെല്ല് എന്നും പറഞ്ഞ് ലക്ഷ്മി പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അരുന്ധതി വലിയ ആൾ കളിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും പവിത്ര വിളിക്കാനായിട്ട് അവരുടെ മുറിയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഇങ്ങനെ പല്ലേലും കടിച്ചു പിടിച്ചുകൊണ്ട് ഇനി ഇരിക്കുക, നാണമാണെന്നും പറഞ്ഞുകൊണ്ട്. 9 മണിയായിട്ടും എഴുന്നേറ്റിട്ടില്ല എന്നൊക്കെ പറയുമ്പം രാത്രി ഉറങ്ങിയിട്ടില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉണർത്തണമല്ലോ, എന്താ ചെയ്യേണ്ടത്? അയ്യോ, വിളിച്ചുകൊണ്ട് വരാനല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നാലും 2 പേരും എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ പവിത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അവിടെ ഡോറയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പവിത്ര. പെട്ടെന്നാണ് നമ്മുടെ നന്ദ കണ്ണ് തുറന്ന് പതുക്കെ മൊബൈലിലേക്ക് നോക്കിയപ്പോൾ, അയ്യോ സമയം ഇത്ര ആയല്ലോ എന്നും പറഞ്ഞു വേഗം എന്ന് ഗൗതത്തിൻ്റെ നേരെ നോക്കി. അപ്പോൾ ഗൗതം നല്ല ഉറക്കുക, ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ നന്ദ അങ്ങനെ ഇരിക്കുക. വേഗം ഈ ഡോറയിൽ അടിക്കുന്ന ഒച്ച കേട്ടുകൊണ്ട് നമ്മുടെ നന്ദ വീണ്ടും അങ്ങോട്ടേക്ക് നോക്കി ചെന്ന് വാതിൽ തുറന്നു. പവിത്രയാണെങ്കിൽ ലോകനാണമായിട്ട് അങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ചെന്ന് വാതിൽ തുറന്നപ്പം പവിത്രയെ കണ്ടു. അല്ല, ഇതുവരെയൊന്നും പുറത്തേക്ക് കണ്ടില്ലല്ലോ എന്നും ചോദിച്ചുകൊണ്ട് വലിയൊരു നാണമൊക്കെ. അപ്പോൾ ഇന്നലെ എന്താ ഒട്ടും ഉറങ്ങിയിട്ടില്ലല്ലേ എന്നൊക്കെ ചോദിച്ചേ. അപ്പോഴേക്കും ഇങ്ങനെ നോക്കുക, നന്ദാക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതേ നെറ്റിയിൽ സിന്ദൂരമൊക്കെ പടർന്നിട്ടുണ്ടല്ലോ, പോയി മുഖം കഴുകുക എന്നൊക്കെ പവിത്ര ഇങ്ങനെ നിന്ന് കുണുങ്ങി പറയുമ്പോൾ, ശരി എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ നിന്ന് ആടുക നേരത്തേക്ക് പവിത്ര. അപ്പോൾ പവിത്ര എന്തിനാ നീ ആടുന്നതെന്ന് ചോദിച്ചു നന്ദ. ഞാൻ നാണം വന്നാലേ ഇങ്ങനെയാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അന്നേരത്തേക്കും അടുത്ത ഡയലോഗ്. അല്ല ഗൗതമേട്ടൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ല. അപ്പോഴേക്കും ഒളിഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പോൾ എന്നും പറഞ്ഞ് നോക്കി നന്ദ. അതെ, അരുണേട്ടനും അതുപോലെ ഞാനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ടേ ആദ്യത്തെ 1-2 ആഴ്ച ഇതുപോലെയൊക്കെ ആയിരുന്നു. ഉറക്കമുളപ്പ് എന്നൊക്കെ പറഞ്ഞ് പവിത്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ, അയ്യോ ഇതൊന്നും അല്ല എന്നും പറഞ്ഞ് നന്ദ. അപ്പോൾ ഒന്ന് കള്ളി എന്നും പറഞ്ഞു പവിത്ര നന്ദ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഗൗതം എഴുന്നേറ്റ് വന്നു ഈ ശബ്ദം കേട്ട്. അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ, അയ്യോ ഇങ്ങനെ അങ്ങ് പോവല്ലേ എന്ന് നന്ദയോട് പവിത്ര പറയുക. പെട്ടെന്നാണ് ഗൗതം അങ്ങോട്ടേക്ക് വന്നത്. പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് കുണുങ്ങുക. എന്താ പവിത്ര എന്താന്ന് ചോദിച്ചു ഗൗതം. നിങ്ങളുടെ വിവാഹ രജിസ്ട്രേഷൻ്റെ ആൾക്കാരെ നിങ്ങളെ കാണാനായിട്ട് വന്നിരിക്കുക, 2 പേരെയും വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാ എന്നൊക്കെ പറഞ്ഞപ്പം, ഞങ്ങൾ വന്നേക്കാവെന്ന് പറഞ്ഞു ഗൗതം. പിന്നെ
വരുമ്പോഴേ രണ്ടുപേരും കുളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞിട്ട് പവിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദ ഊഫ് എന്നും പറഞ്ഞ് നിൽക്കാം. അല്ല ഇവൾക്ക് ഇതെന്ത് പറ്റിയെന്ന് ഗൗതം ചോദിച്ചു. സാറിൻ്റെ പിങ്കിയുടെ രോഗം തന്നെ, തെറ്റിദ്ധാരണ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി നന്ദ. തെറ്റിദ്ധാരണയോ എന്ത് എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുക. ഗൗതത്തിനൊന്നും മനസ്സിലായില്ല കേട്ടോ. ഗൗതം എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ഈ സമയത്ത് പവിത്ര ഇങ്ങനെ കുണുങ്ങി താഴേക്ക് ഇറങ്ങി പോകാൻ നോക്കുന്നു. അപ്പോൾ അവരെക്കാളും വലിയ സ്വപ്നങ്ങൾ ഇവിടെ പവിത്രയ്ക്കാണ്. ഈ സമയത്താണ് പിങ്കി അവിടെ അങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് എരിവ് തെറ്റി കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പവിത്ര പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ പിങ്കി ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ആ സമയത്ത് നിന്ന് പവിത്ര പിങ്കിക്ക് അരികിൽ ഇരുന്നിട്ട് എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. പിങ്കി ചേച്ചി, എന്നാലും സമ്മതിക്കണം എൻ്റെ പിങ്കി ചേച്ചി, ഞാൻ ആദ്യമായിട്ട് കാണുക ഇങ്ങനെ രണ്ട് നവദമ്പതികളെ. അപ്പോൾ പിങ്കി ഇങ്ങനെ നോക്കുവാണേ എന്താണെന്നറിയാൻ. ഇതൊരു കൂട്ടുകുടുംബമല്ലേ, എന്തിനും ഒരു മിതത്വമൊക്കെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചേ. അപ്പോഴും പിങ്കി ഒന്നും മിണ്ടുന്നില്ല. മണി 9 കഴിഞ്ഞു. എന്നിട്ട് ഞാനൊരു 100 പ്രാവശ്യം മുട്ടിക്കഴിഞ്ഞിട്ടാ രണ്ടുപേരും എഴുന്നേറ്റ് വന്ന് റൂം തുറന്നത്. അറിയോ പിങ്കി ചേച്ചിക്ക്? വന്നപ്പോഴോ നന്ദേച്ചിയുടെ നെറ്റിയിലെ സിന്ദൂരമൊക്കെ പടർന്ന് ഡ്രസ്സൊക്കെ ആകെ അലങ്കോലമായി. ശോ എൻ്റെ പൊന്നോ, ഞാൻ അങ്ങ് അയ്യടാന്നായി പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിങ്കി ചാടിയങ്ങ് എഴുന്നേറ്റു. പിങ്കിക്ക് പിന്നെ ഇരിപ്പുറക്കിയല്ലോ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ. അങ്ങനെ പിങ്കി എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തൂണും ചാരി നിന്ന് നന്ദ ഗൗതമേട്ടനെയും കൊണ്ട് പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ ഈ പവിത്ര. സത്യം എന്ന് പറഞ്ഞ് പിങ്കിയെ വീണ്ടും ഇങ്ങനെ വാശി പിടിപ്പിക്കുക പുള്ളിക്കാരി. പിങ്കിക്ക് ഇത് കേൾക്കുന്തോറും ദേഷ്യം കൂടുതലല്ലേ. തുള്ളിച്ചാടി പിങ്കി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. പിങ്കി ഒന്നും മിണ്ടാതെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇനി പിങ്കി വേവാൻ തുടങ്ങിക്കോളും. വെന്ത് അവൾ ഉരുകി തോട്ടങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക പവിത്ര. അത് കഴിഞ്ഞതിന് ശേഷം വിവാഹ രജിസ്ട്രേഷനെ പറ്റി ഗൗതം സാറാ വിളിച്ചു പറഞ്ഞു. അതാ ഞങ്ങൾ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഇവർ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അത് വേണമല്ലോ, എങ്കിൽ മാത്രമല്ല ആ വിവാഹത്തിന് നിയമപരമായി സാധ്യതയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അവരവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഈ അരുന്ധതിയും അതുപോലെ പിങ്കിയും ഇവരെല്ലാവരും ഇങ്ങനെ ആകെ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുക. അപ്പോൾ പിങ്കിക്ക് ഒരു സാധ്യതയില്ല ഇനിയിപ്പോൾ ഗൗതത്തെ കിട്ടാനായിട്ട്. അതാണ് പിങ്കി ചിന്തിക്കുന്നത്. അപ്പോഴേക്കും മഹി വിവാഹം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം ഒരു വിവാഹമാകണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാലും എന്തിനും വലുത് പരസ്പരമുള്ളൊരു മനപ്പൊരുത്തം തന്നെയാണ്. എങ്കിലും ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണല്ലോ എന്ന് ആ വന്ന ചേട്ടന്മാരിൽ ഒരാളിങ്ങനെ ഇവരോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അരുന്ധതിക്കൊന്നും ദഹിച്ചില്ല. അപ്പോഴേക്കും അവർ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അതേ അവർ വന്നല്ലോ എന്ന് പറഞ്ഞ് പവിത്ര അവിടെ നിന്ന് കാണിച്ചും കൊടുത്തു. അപ്പോൾ ഹലോ സാർ നമസ്കാരമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ അവരുടെ അരികിൽ വന്ന് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി വധുവരന്മാർ 1-2 എടുത്ത് ഒപ്പിട്ടാൽ മാത്രം മതി, അത്രേ ഉള്ളൂ ഫോർമാലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി മാഡം ഇതിലൊന്ന് ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നന്ദയെ കൊണ്ട് ഒപ്പിടിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു നന്ദ. ഇത് കേട്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര സന്തോഷം. വേഗം ഇതെന്താ സംഭവം എന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല കേട്ടോ. പെട്ടെന്ന് ഗൗതമല്ലാതാകുന്ന രീതി വേഗം അവർക്ക് ശത്രുക്കൾക്കൊക്കെ അതങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ വിവാഹം ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് നമ്മുടെ നന്ദ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി ഇങ്ങനെ നോക്കുക. അപ്പോൾ എന്താ നന്ദ നീ പറയുന്നത്? ഞാൻ എന്താ പറഞ്ഞതെന്ന് ഗൗതം സാറിന് മനസ്സിലായില്ലേന്ന് ചോദിച്ചു നന്ദ ഗൗതത്തിനോട്. അപ്പോൾ വന്നവരും ഇങ്ങനെ അല്ലാണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് ഇവളീ പറയുന്നതിൻ്റെ അർത്ഥം? കല്യാണം രജിസ്റ്റർ ചെയ്യാനല്ലെങ്കിൽ പിന്നെ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കാനല്ലേ ഇവളുടെ ഉദ്ദേശം, അതോ വേറെ വല്ലതും ആണോ എന്ന് മഹി ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പിങ്കി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. ഏട്ടാ ഇപ്പം പുതിയൊരു പരിഷ്കാരമുണ്ട് ഏട്ടാ, നിയമപരമായി കല്യാണം കഴിക്കാതെ തന്നെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരിടപാട്, ലിവിങ് ടുഗദർ എന്നും പറഞ്ഞ് പവിത്ര അന്നേരം അതിൻ്റെ പേരും പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷ്മി. അതുപോലെ പിങ്കിക്ക് ഇത് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ സന്തോഷം ഉണ്ടെങ്കിൽ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുക. അത് തന്നെ, ഇനി അത് തന്നെയാണോ ലക്ഷ്മി അടുത്തിൻ്റെ മരുമകളുടെ മനസ്സിലിരിപ്പ് എന്ന് പവിത്ര ചോദിച്ചേ. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി എന്താ മോളെ നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മേ പഠിച്ച് ഡോക്ടർ ആവുക എന്നുള്ളതാണ് എൻ്റെ ആദ്യ ലക്ഷ്യം, അത് കഴിഞ്ഞേ മറ്റെന്തും ഉള്ളൂ എന്ന് നമ്മുടെ പവിത്രയുടെയും അതുപോലെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദ പറഞ്ഞു. അത് ഞാനും സാറും തമ്മിലുള്ള എഗ്രിമെൻറ്റിലുള്ളതാണെന്ന് പറഞ്ഞു നമ്മുടെ നന്ദ. ഇത് കേട്ടപ്പോൾ പിങ്കി ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അതാണോ മോളെ കാര്യം? അത്രയേ ഉള്ളൂ, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ആദ്യം ഞാൻ ഡോക്ടർ ആവട്ടെ അമ്മ, അത് കഴിഞ്ഞിട്ട് മതി എന്ത് ഫോർമാലിറ്റീസ് ആയാലും എന്നൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞപ്പം മതി, അതൊക്കെ ഗൗതമൻ്റെയും നന്ദയുടെയും ഇഷ്ടം, അതിനിപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് പ്രിയ ചോദിച്ചു. അതെ, എന്താ കുഴപ്പം? വിവാഹശേഷമുള്ള കുട്ടികളുടെ കാര്യവും മറ്റും ഡോക്ടറായി കഴിഞ്ഞിട്ട് മതി.
പക്ഷേ വിവാഹ സംബന്ധമായ നിയമകാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ അങ്ങ് തീർത്ത് വെക്കണ്ടേ മോളെ എന്ന് ചോദിച്ചു ലക്ഷ്മി. അതിപ്പോൾ എങ്ങനെയാ അമ്മേ, ധൃതി പിടിച്ചതൊന്നും വേണ്ട അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നു. ഇവർക്കെല്ലാവർക്കും മൊത്തത്തിലൊരു സംശയവും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിങ്കിയുടെ മുഖത്തെ സന്തോഷം കണ്ടു നമ്മുടെ നന്ദ ആ സമയത്ത്. അപ്പം നന്ദ ഇങ്ങനെ പിങ്കിയെ തന്നെ ഇങ്ങനെ നോക്കുക കേട്ടോ. പിങ്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നന്ദ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയുടെ ഭാവം അങ്ങ് മാറി. അപ്പം നമ്മൾ തമ്മിലുള്ള ഡീലിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല, അതോർത്ത് നന്ദ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ആ സമയത്ത് പറയുകയും ചെയ്തു. അപ്പോൾ പിങ്കിയുടെ ഓരോ ചലനങ്ങളും കണ്ടുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ ആ വിവാഹ രജിസ്ട്രേഷൻ പേപ്പറിൽ ഒപ്പിടാൻ തന്നെ തീരുമാനിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ഗൗതം എത്തിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും പിങ്കിയെ തകർത്തുകൊണ്ടാണ് നമ്മുടെ നന്ദ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നത്. പിങ്കി അതും അവിടെയും തോറ്റു തുന്നം പാടി. അങ്ങനെ തൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന പിങ്കിക്ക് ഓരോ നിമിഷവും 8ൻ്റെയും 16ൻ്റെയും അങ്ങനെ തുരതുരാ പണികൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ നന്ദ. അങ്ങനെ നന്ദയുടെ മുന്നിൽ ഒരു രീതിയിലും വിജയിക്കാൻ കഴിയാതെ പെടാപ്പാട് പെടുന്ന പിങ്കി. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.